ഒരല്പം പോലും പ്ലാൻ ചെയ്യാതെ വളരെ അപ്രതീക്ഷിതമായി കിട്ടിയ ദിവസമായിരുന്നു അത്. നോർത്ത് സിക്കിമിലെ നാഗ നാംകൂർ സന്ദർശിച്ച ദിവസം. മാങ്കൻ പട്ടണത്തിൽ നിന്ന് 18 കിലോമീറ്റർ അകലെയാണ് നാഗ നാംകൂർ സ്ഥിതി ചെയ്യുന്നത്. നാഗ നാംകൂർ ഗ്രാമത്തിലെ ഗ്രാമപഞ്ചായത്താണ് തൂങ് നാഗ. 2009 കണക്കുകൾ പ്രകാരം ഗ്രാമത്തിൻ്റെ മൊത്തം ഭൂമിശാസ്ത്രപരമായ വിസ്തീർണം 503.76 ഹെക്ടറാണ്. നാഗ നാംകൂറിലെ ആകെ ജനസംഖ്യ 484 അതിൽ പുരുഷ ജനസംഖ്യ 235, സ്ത്രീ ജനസംഖ്യ 249. നാഗ നാംകൂർ ഗ്രാമത്തിലെ സാക്ഷരതാ നിരക്ക് 72.73% ആണ്. ഒരല്പം പോലും പ്ലാൻ ചെയ്യാതെ വളരെ അപ്രതീക്ഷിതമായി കിട്ടിയ ദിവസമായിരുന്നു അത്. നോർത്ത് സിക്കിമിലെ നാഗ നാംകൂർ സന്ദർശിച്ച ദിവസം. അവിടെ നിന്നാൽ കാണാവുന്ന കാഞ്ചൻജുംഗയുടെ സമീപ ദൃശ്യങ്ങളെക്കാൾ മനസ്സിനെ സ്പർശിച്ചത് പ്രളയത്തിൽ തകർന്ന ആ ഭൂപ്രദേശമാണ്. നാഗ നാംകൂർ. ഇവിടുത്തെ മനുഷ്യരെ പോലെ മണ്ണിൽ മറഞ്ഞ ഓർമ്മകൾ അന്വേഷിക്കുകയാവും ഈ താറാക്കൂട്ടവും. പ്രളയത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വപ്നങ്ങളുടെ അവശിഷ്ടങ്ങൾ ചേർത്തുവച്ച് പുതിയൊരു സ്വപ്നമുണ്ടാക്കാനുള്ള പ്രയത്നത്തിലാണ് ഇവിടുത്തെ മനുഷ്യരും സഹജീവികളും. നാഗ നാംകൂർ എന്ന ഈ വില്ലേജിലെ പ്രളയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കാരണം ലാച്ചോങ്ങിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സിക്കിമിലെ മങ്കൻ ഉപവിഭാഗത്തിലാണ് നാഗ നാംകൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. സിക്കിമിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പട്ടണങ്ങളിൽ ഒന്നാണ് മങ്കൻ. നാഗ വാട്ടർഫോൾസിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരമേയുള്ളൂ ഈ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക്. പ്രളയത്തിൻ്റെ സമയത്ത് ഒരുപാട് പേർക്ക് ഷെൽട്ടർ ആയിട്ടുണ്ട് ഇവിടം. നടുക്കുന്ന ആ ഓർമ്മകളിൽ നിന്ന് പുതിയൊരു ലോകം സ്വപ്നം കണ്ടു തുടങ്ങുകയാണ് ഇവിടെയുള്ളവർ. നാഗ നാംകൂരിലെ മലമുകളിൽ നിന്ന് നോക്കിയാൽ കാഞ്ചൻജുംഗ കാണാം. അവിടെ ഒരു മിനി സ്കൈ വോക്കും അതിനു താഴെ ചരിത്രത്തിൻ്റെ നാൾ വഴികളിലേക്ക് തുറക്കുന്ന ഒരു ഗുഹാമുഖവും ഉണ്ടെന്ന് കേട്ടു. പെല്ലിങ്ങിലെ അതിവിശാലമായ സ്കൈ വോക്ക് കണ്ടതുകൊണ്ടാവാം നാഗ നാംകൂരിലെ ഈ മിനി സ്കൈ വോക്ക് കാണാൻ അത്ര ആവേശമൊന്നും തോന്നിയില്ല. आपको कुछ मालूम है वो ऊपर क्या है? कुछ मालूम नहीं. आप देखेंगे. यहाँ पे बैठे हैं क्या है? ओके. എങ്കിലും അതിനു പിന്നിലെ ശിലായുഗ സ്മരണകൾ കാണാൻ ബോണാമി ക്ഷണിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞില്ല.
अभी तो बारिश में कितना तो मर गया, अभी बारिश नहीं हो रहा है ना। जब बारिश में होता है इधर में, और वो उधर में भी बनाया हुआ है फ्रॉक के लिए, वो भी उधर में अभी भी है। हेलो बंदिल। नाम क्या है? नाम क्या है? लीजा। लीजा एक और बात करो, लीजा। तुम्हारा नाम क्या है? मेरा नाम विजय राय। ओके ब्रो। ठीक है, उधर में होगा शायद, देखे ना उसके, हाँ। क्योंकि ये पाल के रखता है ना, हाँ ओके। जा नहीं पाते। मैं आप लोग जब फोटो खींच रहा था ना, हाँ मैं तो इसका वीडियो बनाया था। ओ मैं ये यूट्यूब में मैं डालूंगा। ओ अच्छा। आप लोग कहाँ से? मैं केरला का हूँ। केरला, हाँ इधर से जाइए, इधर से देखिए तो। ओके। वो इस तरफ अंदर जा सकता है। अंदर जा सकता है खेल, लेकिन इतना आप जाइए, आप जाने के बाद मैं बंद करूंगा। नहीं इंसेक्ट लग रहा है, वो सांप वो सब स्नेक में अगर रहेगा। क्या? स्नेक हाँ कुछ होगा, ऐसा मत जाइए। नहीं नहीं वेलकम टू नॉर्थ सिक्किम। ओ ये क्या हो रहा है? वेलकम Wow. नाइस टाइम टू कम। ऐसे नॉर्थ सिक्किम का ऐसे वेदर की वजह से भाभी क्या है? हमारा इधर खमरी बोलते हैं, खमरी। नमस्ते। आप लोग को नमस्ते बोलते हैं, हमारा खमरी। ओ अच्छा खमरी। अच्छा, नमस्ते तो इधर आप लोग स्विमिंग भी खेल सकते हैं, हम्म। खेल सकते जगह हैं, का खेल है नाम ना, क्या है? तैर सकते हैं, स्विमिंग भी कर सकता है। तैर सकते हैं। हाँ। सही बात है, सही बात है। अभी इधर नागा फॉल्स में है, नागा गांव में इधर हमारा ऑनर है। ओ ये तो नागा विलेज ही है। हाँ जी, नागा ओ ओके। जो आप पहले उधर बोल रहा था ना, रास्ता जो नदी के उस पार है, हाँ हाँ वो रिचू विलेज है। ओके। जो वो वाटरफॉल मिला आपको, वो हम लोग बोलते हैं रेल खोला, है ना, रेल खोला बोलता है उसे। जो पहले बाढ़ आया था उस इसकी वजह से वो पूरा बह गया। पहले बहुत अच्छा फ्लड विलेज के था। बाद। हाँ जी, हाँ हाँ। वो बहुत दुख की बात है, क्योंकि ये इधर का जितना भी इलाका है ना, जो आप लोग डिजास्टर की वजह से वो डैमेज हुआ है, उसकी वजह से हम लोग अभी इधर थोड़ा बहुत खुश है। आपने तो देखा होगा उधर घर देखा होगा, जितना घर है ना सब बेकार हो गया है। जो आप लोग बाहर से आ रहे हैं, आप लोग को गाइड नहीं है अभी फिलहाल पे। जो हम लोग है इधर का आदमी लोग, थोड़ा बहुत आप लोग को समझाने से जो एक्सप्लेनेशन कर सकता है वो हमने कर दिया। बाद में देखते देखते जाइए। ओके जी, थैंक यू। Once again, ओके भाई, थैंक यू। thank you, bro.
तुम लोग क्या पी रहा है? ब्लैक टी, मुझे भी ब्लैक टी चाहिए. നാഗാനാംകൂറിൽ നിന്ന് തിരിച്ച് സിംഗിക്കിലെത്തിയപ്പോൾ സമയം ഏറെ വൈകിയിരുന്നു. എങ്കിലും ബൊണാമിയും മധുരിമയും നിർദ്ദേശിച്ചതുപോലെ സിംഗിക്കിലെ കാഞ്ചൻജുങ്ക വ്യൂ പോയിൻ്റ് കൂടി സന്ദർശിച്ചതിന് ശേഷമാണ് അന്ന് ഞങ്ങൾ പിരിഞ്ഞത്. നമ്മൾ എത്ര വലിയ യാത്രികരാണെങ്കിലും, എത്ര നന്നായി യാത്ര ആസൂത്രണം ചെയ്യുന്നവരാണെങ്കിലും, യാത്രകൾ മനോഹരമാകുന്നത് അപ്രതീക്ഷിതമായ കാഴ്ചകളും കണ്ടുമുട്ടലുകളും ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ അപ്രതീക്ഷിതമായി സംഭവിച്ച ആ നാഗനാംകൂർ യാത്ര മൂടൽമഞ്ഞിൽ മറഞ്ഞ കാഞ്ചൻജുങ്കയെ സാക്ഷി നിർത്തി അവസാനിച്ചു.